ഹായ്, സൈക്കിൾ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് നിസാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ ഹാർബറിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഹാർബറിൻ്റെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം മുന്നേ സ്നേക്കഡ് ഫിഷിങ്, അതായത് നാടൻ വരാലിന് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല നാടൻ വരാലിനെ പിടിക്കുന്ന കാര്യത്തിൽ. നമ്മൾ കൂടുതലും കടലിലേക്കാണ് ഇറങ്ങാറുള്ളത്. നമ്മൾ വീഡിയോ കാണുന്നവർക്ക് സ്ഥിരമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ അത്ര ലെങ്തി ഒന്നല്ല, ചെറിയൊരു വീഡിയോ കേട്ടോ. നമ്മൾ പോയപ്പോൾ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഒരു മീനല്ല, 1-2 സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സെറ്റ് അപ്പം നമ്മൾ നാടൻ വരാലിനെ പിടിക്കാറിങ്ങ കേട്ടോ. ഉപയോഗിക്കുന്ന ഫ്രോഗ് ലുക്കാടെ ചിറ്റോ വാലൊക്കെ കട്ട് ചെയ്തിരിക്കണം. നാടൻ വരാലാണ്ട് വാലിന് നല്ല കടിയിടുന്നുണ്ട്. അപ്പോൾ ആമ്പല താമരക്കായലാണ്. അപ്പോൾ അതിലാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ ലീഡർ ലൈൻ ഇട്ടുണ്ട്, കനം കുറഞ്ഞ കേട്ടോ. നമുക്ക് ഈ സൈഡൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ സ്ട്രൈക്കൊക്കെ തുടങ്ങി. നമ്മളെ ചെറിയ കണ്ണുണ്ടാവും അല്ലേ? അവിടുന്ന് കടിച്ച എങ്ങനെ അറിയാ? എന്തോന്നവിടെ ബാക്കിലൊന്ന് പോയിക്കണ്ട്. ബാക്കിലടിച്ചു പോയത്. ശ്രദ്ധ മാറി. ഞാൻ തല ഇരിഞ്ഞു പോയില്ലേ, അതിലാണ് അവിടെ വന്നത്. ബാക്കിലൊന്ന് വർത്താനത്തിൽ പെട്ടുപോയി. തവളനെ താവളതിന്റെ പിന്നിൽ കയറും. ടൈം കൊടുത്ത് ഞാൻ അതിന്റെ മേലെ കൂടെ സ്പീഡ് കൊടുത്തു. ടൈം കൊടുത്ത് ഞാൻ അതിന്റെ മേലെ കൂടെ സ്പീഡ് കൊടുത്തതാ. ഇതാ ഇതിന്റെ വെട്ടിയത് ഞാനേ അവിടുന്ന് നേരത്തെ എടുത്തത് സ്പീഡ് കൊടുത്തിട്ട് എടുക്കിയത്. അതിന്റെ മേലെ നല്ല അടിക്കൂല എന്നുള്ള ഇതില് രണ്ടാമത്തെ തൊട്ട മുന്നിൽ നിന്ന് അടിച്ചത്.
ആ അതാ ഈ ഗ്യാപ്പ് ഈ കറുപ്പ് കഴിഞ്ഞിട്ട് ആ അതെ സ്പീഡ് കൊടുന്ന ഒരൊറ്റ അടി അടിച്ചത് വിട്ടു. വെള്ളത്തിൽ പാമ്പുണ്ടാവും അല്ല, എന്നാലും ഈ ഏരിയയിലൊക്കെ നിൽക്കും. അറിയില്ല, അത് കാണോ? ആ വെയിലൊന്ന് താന്നിക്കണ്, വെള്ളം കുടിക്കാൻ പോയിക്കണം. അടി തുടങ്ങിയല്ലേ? അതവിടെ ഉണ്ട്. ഈ കവർ റോഡിന്റെ കവറാണ് എടുക്കുന്നത്, അതിന് താഴത്തുണ്ട്. ഇത്ര അടുത്തുനിന്ന് അടിച്ചതാ ഈ ലെവലിന്. ഇതാ ഇപ്പൊ ഈ ഇവിടുന്ന മീൻ അടിച്ചത് ഇതേ സ്പോട്ട്. ഞാൻ അതിന്റെ മേലെ കൂടെ അല്ല അടിക്കൂല, അതിനടിച്ച് സ്പീഡ് കൊടുത്തിട്ടുണ്ട് കൊണ്ടുവന്ന് അതിലടിച്ച്. ആ അതിനടിയിലുണ്ടാവും, ആ കവർ എടുക്കുന്നതിന്റെ അടിയിൽ താഴത്തില്ല. ഇത് മീനടിച്ചാൽ അവിടെ ഉപ്പ് കൊടുക്കണില്ലേ? നേരത്തെ ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് ആ താവലും അടി വലിക്കലോ നേരത്തെ കുറച്ച് 2-3 സെക്കൻഡ് ആയിപ്പോയി ആ മീനടിച്ച. ഞാൻ ആ അടിച്ചതില് ഞാൻ അടിച്ചതിലെന്തോ പോലെ അത്രയും അടുത്തുനിന്നല്ല അടിച്ചും ചെയ്ത്. വലിക്കണം, അടുക്കെടുക്കൽ തന്നെ ഉക്കായിക്കൊള്ളണം. ആ എന്താ കണ്ണനെയാണ് ഞാൻ തവളയാണോ? അവിടെ തവള ഉണ്ടായിന്ന്. ഇങ്ങോട്ട് വാ, ഞാൻ താന്നിക്കണൂടെ മീനടിച്ച്. എന്നിട്ട് വാ ക്ലിപ്പറ് കേറി. അങ്ങനെ കണ്ണനെ പിടിച്ചു പോവാ. നാടൻ വില കേട്ടോ, സൂപ്പർ സാധനം. ചിറ്റ ഫ്രോഗ് നല്ല ഉക്കായി, 2 ഉക്കും കയറി. ഓക്കെ ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ പോലെ കവറുണ്ട്. ഞാൻ ഹുക്ക് റിമൂവർ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാ, അതായിട്ട് തന്നെ കുറഞ്ഞിട്ടാന്ന്. കവർ വലണ്ട്, വലയാണ്.
ഞാനേ ഇങ്ങനെ നിൽക്കണം. അപ്പൊ തവള ഇങ്ങനെ ചാടുന്നുണ്ട്. അപ്പൊ ഞാൻ തവള ആണോ ഞാനില്ലേ ഉക്കപ്പ് കൊടുത്ത് ചെയ്ത് എയറിൽ ആടിയപ്പോഴാണ് ഇത് കണ്ണനെന്ന് മനസ്സിലായത്. ആ അവിടുന്ന് അടിച്ച മേലെ അടിച്ചത് ഇവിടെ വെള്ളത്തിലിറക്കിയേക്കാലോ അല്ലേ. അത് മീനടിച്ചത് ചീറ്റോ ഫ്രോഗ് കേട്ടോ, ലുക്കാന. ഇതിനകത്താണ് മീൻ കാസ്റ്റ് ചെയ്തൊക്കെ കുറച്ച് ലോങ് എന്നാണ് മീനടിച്ചത്.